എടാ, നിന്റെ അനിയന് എന്താ സംഭവിച്ചതെന്ന് നിനക്കറിയണ്ടേ? അതിനെ ഞാൻ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അവൻ മരിച്ച ആ ദിവസം അവൻ എന്നെയും കൂട്ടി ഇങ്ങോട്ട് വന്നു. അന്നാണ് അവൻ അവൻ്റെ കാര്യങ്ങളെല്ലാം ആദ്യമായിട്ട് എന്നോട് തുറന്നു പറയുന്നത്. അവൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്തായിരിക്കും എന്ന് എനിക്കറിയായിരുന്നു. ഇത് ഏതാ ഈ സ്ഥലം? ഇതൊരു മരണം നടന്ന സ്ഥലമാണ്. നീ ആറുകാരി പറയുന്നേ? സ്നേഹിച്ച പെണ്ണിൻ്റെ അടുത്തുനിന്ന് ആ സ്നേഹം ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്നറിഞ്ഞപ്പോൾ ഒരു കാമുകൻ ചെയ്ത കൊലപാതകം. ആ കൊല ചെയ്തവൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. അവന് വേണ്ടത് മറ്റൊരു മരണം. അതിനുള്ള സമയം ആയിക്കഴിഞ്ഞു. എടാ, നമ്മൾ കരുതിയ പോലെ തന്നെയാ. അവളെ കൊന്ന അവൻ തന്നെയാണ്. അവൻ ഇനി ഒരു കൊലയെ കൂടി ചെയ്യും. അതെന്നെ തന്നെ ആയിരിക്കും. ഇനി എന്താണ് നിന്റെ പ്ലാൻ? കാലം ഇത്രയും കഴിഞ്ഞിട്ടും എനിക്ക് അവനെ കണ്ടുപിടിക്കാൻ ഇത്ര സമയം വേണ്ടി വന്നു. ഞാൻ സ്നേഹിച്ച പെണ്ണിനെ ആരും അറിയാണ്ട് തട്ടിക്കൊണ്ടുപോയി കൊന്നു കളഞ്ഞിട്ട് ഇത്രയും കാലം അവൻ ആളുകൾക്കിടയിൽ മാന്യനായിട്ട് ജീവിച്ചു. അവനിപ്പോൾ എവിടെ ഉണ്ടാവൂടാ? വാ. കാര്യം പറഞ്ഞു തരുന്നതിന് മുമ്പ് നീ ഇതെങ്ങോടാ പോയത്? ഓ, ഇവനെ കൂട്ടിക്കൊണ്ടുവരാൻ പോയതാണോ? കൂട്ടുകാരനായ ഇങ്ങനെ വേണം. കൊണ്ടുവരാതിരിക്കാൻ പറ്റത്തില്ലല്ലോടാ. അപ്പം നിനക്ക് മനസ്സിലായി എൻ്റെ പെണ്ണിനെ കൊന്നത് ഞാനാണെന്ന്. എന്താടാ, സ്വന്തം കാമുകിയെ കൊന്നവനെ പിടിച്ച് നേരെ പോലീസിനോണ്ട് കൊടുക്കാനാണോ പരിപാടി? പോലീസിന് പോയിട്ട് ഒരു പട്ടിക്ക് പോലും നിന്നെ എനിക്ക് കിട്ടാൻ പോകുന്നില്ല.
ഇതാണ് ശരിക്കും നിന്റെ അനിയന് സംഭവിച്ചത്. അവൻ ആഗ്രഹിച്ചിരുന്ന ഹരിയുടെ കൈകൊണ്ടുള്ള ആ മരണം. അവൻ അന്ന് ആ മരണം സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് അവനൊരു മുഴു ഭ്രാന്തനായിട്ട് മാറിയേനെ. സത്യം പറഞ്ഞാൽ ഞാനിതൊക്കെ അറിയുന്നത് അവൻ്റെ മുറിയിൽ നിന്ന് കിട്ടിയൊരു ഡയറി വായിച്ചപ്പോഴാണ്. നിന്റെ അനിയൻ ശരിക്കും മരിക്കേണ്ടവനായിരുന്നടാ. ശരിക്കും പറഞ്ഞാൽ ജയിച്ചത് നിന്റെ അനിയൻ തന്നെയാണ്. നീ പറഞ്ഞാ ശരി. ഇതുപോലൊരു പ്രണയവും മനസ്സിൽ കൊണ്ടുനടന്ന് ഒരു ഭ്രാന്തനായിട്ട് ജീവിക്കുന്നതിലും ഭേദം അവൻ മരിച്ചത് തന്നെയാണ്.